ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രോഹി ബ്ലോഗ് സ്പീക്കറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ റിലീസിനെത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ തന്നെ പാലക്കാട് അരോമ തിയേറ്ററിൽ നിന്നും കണ്ടു. വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ഒരു കോമഡി ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പൃഥ്വിരാജും ബേസിൽ ജോസഫും അനശ്വര രാജനും അതുപോലെ തന്നെ നിഖില വിമലും ഒക്കെ ആയിരുന്നു കേന്ദ്ര കഥാപാത്രമായി സിനിമയിൽ വന്നിരുന്നത്. എല്ലാവരുടെയും പ്രകടനം ഗംഭീരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഈ സിനിമയിൽ പൃഥ്വിരാജാണ് ഒരുപക്ഷെ ഒരു പടിക്ക് മുന്നിൽ അഭിനയത്തിൽ കാഴ്ചവെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു അഭിനയത്തിലെ മത്സരമായിരുന്നു ഈ സിനിമ. ഒരുപാടിടങ്ങളിലൊക്കെ സിനിമ നമ്മുടെ നന്ദനം സിനിമയുടെ ഊക്കുകളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ ദൃശ്യം സിനിമയും അതുപോലെ ഒരുപാട് സിനിമകളിലെ ഡയലോഗുകളൊക്കെ ഊക്കലായിട്ട് അവിടെ ഇവിടെ ഡയറക്ടർ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വിപിൻ ദാസിന്റെ ജയ 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 ഹേ എന്ന ചിത്രം വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട ഒരു ചിത്രമായിരുന്നു. അതേ രീതിയിൽ തന്നെ ഒട്ടും ലാഗ് എടുപ്പിക്കാതെ വളരെ മികച്ച രീതിയിൽ ആ സിനിമ അവര് എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ക്ലൈമാക്സിൽ വരുന്ന ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റും ആ ഒരു പരിസരവും അത്രയും പെർഫെക്റ്റ് ആയിട്ട് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അജു വർഗീസിന്റെ ഗസ്റ്റ് എൻട്രി നല്ലതായിരുന്നു. അതുപോലെ തന്നെ യോഗി ബാബുവും ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട്. യോഗി ബാബു കുറച്ചും കൂടി ഒരുപാട് സീനുകളുള്ള ഒരു 4-5 സീനിലൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ. എന്തായാലും യോഗി ബാബു തമിഴിലേതുപോലെ തന്നെ മലയാളി പ്രേക്ഷകരെയും ഒരുപാട് കുടുകുട ചിരിപ്പിച്ചു. സിനിമ വളരെ നല്ല ഒരു സിനിമയായിരുന്നു. സിനിമയിലെ ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കല്യാണ സോങ്ങും അതുപോലെ തന്നെ ക്ലൈമാക്സിലെ സോങ്ങുകളും ഒക്കെ ഗംഭീരമായിരുന്നു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു നിമിഷം പോലും നമുക്ക് ഒരു ലാഗ് തരാതെ ആ ഒരു ആവേശത്തോടു കൂടി തന്നെ കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ. സിനിമയിലെ നായകന്മാർക്ക് പുറമെ നമ്മുടെ സിജു സണ്ണിയും രേഖ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചിരി അശ്വിനൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. എന്നിരുന്നാലും ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു എന്റർടൈനർ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. ഇനി ക്ലാസ് റിലീസിനായി ടർബോ ഒക്കെ എത്തുന്നുണ്ടെങ്കിലും ഈ സിനിമ ഫാമിലി ഓഡിയൻസ് കയറും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഓടേണ്ട ഒരു ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ജയറാമും ഭാവനയും കൂടി അഭിനയിച്ച കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രവുമായി കഥയ്ക്ക് ചെറിയ സാമ്യമൊക്കെ ഉണ്ടെങ്കിലും അവതരണ ശൈലി കൊണ്ടും അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിങ്ങും എഫക്ട്സുകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ പടം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അങ്കിത് മേനോനാണ്. അദ്ദേഹത്തിന്റെ ജോലി വളരെ കൃത്യതയോടുകൂടി ഈ സിനിമയിൽ നിർവഹിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള യുവാവ് കല്യാണത്തിനായി നാട്ടിലെത്തുകയും തുടർന്ന് നടക്കുന്ന രസകരമായ ചില സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പൃഥ്വിരാജിന്റെ അമർ അക്ബർ ആന്റണിയിലെ അഭിനയവും അതുപോലെ തന്നെ ബേസിക് ജോസഫിന്റെ ഹ്യൂമർ സെൻസോട് കൂടിയ അഭിനയവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തോളൂ. സിനിമ നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം. ഇറ്റ്സ് മീ രോഹിത് സൈനിങ് ഓഫ്. താങ്ക് യു.